ഐഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ കുറേ നാൾ വളരെ വിവാദമുണ്ടായിരുന്ന കാര്യമാണ് ബീഫ് കഴിക്കാമോ കഴിക്കാൻ പാടില്ലേ, ബീഫ് നിരോധനം, ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ആൾക്കാർ ബീഫ് കഴിക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് ബീഫ് കഴിക്കുന്നതിന് പ്രശ്നങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം മോചിതരായി കഴിഞ്ഞു. എങ്കിലും അപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് മത്സ്യം വളരെ കോമൺ ആണ്. എങ്കിലും ഒരു വിഭാഗം ആൾക്കാർക്കെങ്കിലും ബീഫിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ പോത്തിറച്ചിയൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. പല രീതിയിലുള്ള ബീഫിൻ്റെയും പോത്തിറച്ചിയുടെയൊക്കെ പലതരം പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ പലതരം വിഭവങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. വളരെ നാടനായിട്ടുള്ള കടകളുണ്ട്, തട്ടുകട മുതൽ തുടങ്ങുന്നു. പിന്നെ വളരെ നാടനായിട്ടുള്ള സിമ്പിളായിട്ട് എന്താ പറയുക പലതരം വിഭവങ്ങൾ തയ്യാറാക്കി വെക്കുന്ന നാടൻ ചായക്കടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വീടുകളിലും വീട്ടമ്മമാർക്ക് പലതരം വിഭവങ്ങൾ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ബീഫ് നമ്മൾ സാധാരണ ഒരുപാട് കാണിക്കാറില്ല, എങ്കിലും മാജിക് അവനിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബീഫ് പലതരത്തിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് കൊണ്ടുള്ളൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ബീഫ് വെച്ചിട്ടുള്ള ഒരു നാടൻ വിഭവമാണ്. ഇതൊരു റോസ്റ്റാണ്, ബീഫ് റോസ്റ്റ്, മാട്ടിറച്ചി റോസ്റ്റ്. റോസ്റ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. അപ്പോൾ ഒരു കോണ്ടിനെൻ്റൽ റോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ വലിയ പീസായിട്ട് വെച്ചിട്ട് അത് ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലാണ്. പിന്നെ അത് സ്ലൈസ് ചെയ്തിട്ട് ഒരു സോസോട് കൂടിയുള്ള റോസ്റ്റ്, അങ്ങനെയും വ്യത്യസ്തമായ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. പക്ഷേ ഇതൊന്നുമല്ല, ഇത് വളരെ നാടനായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാട്ടിറച്ചി 1 കിലോ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി വറുക്കാനുള്ള ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 കപ്പ്, ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 1 കപ്പ്, പച്ചമുളക് 4 എണ്ണം 2ആയി പിളർന്നത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 4 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 4 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 1 കപ്പ്. ഇനി വഴറ്റാൻ വേണ്ട ചേരുവകൾ: സവാള 4 എണ്ണം ഘനം കുറച്ച് നീളത്തിലരിഞ്ഞത്, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങാം. ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. പിന്നെ ആദ്യം തന്നെ ബീഫ് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് വേകുന്ന, അധികം മുറ്റാത്ത ബീഫാണെങ്കിൽ ഏറ്റവും നല്ലത്. പോത്തിറച്ചിയും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണെങ്കിലും മാട്ടിറച്ചി എന്ന് പറഞ്ഞാൽ എല്ലാം വരുമല്ലോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി 1 കിലോ ഉണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മളിതൊന്ന് വേവിക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, കുറച്ചുപ്പ്, അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിക്കാം. വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് പെട്ടെന്ന് വേകാനായിട്ടുള്ള ഒരു എളുപ്പപ്പണിയാണ്. അല്ലെങ്കിൽ പച്ചപ്പപ്പായ അരച്ചത് കുറച്ച് ചേർത്താലും മതിയാകും. പെട്ടെന്ന് ടെൻഡറൈസറാണ് ശരിക്കും പറഞ്ഞാൽ, അത് പെട്ടെന്ന് വേകാനായിട്ട് സോഫ്റ്റ് ആകും. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം മാറിനേറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു 10 മിനിറ്റൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. എന്നിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇതിൽ ധാരാളം വെള്ളം ഉണ്ടാകും. അപ്പോൾ വേകുന്ന സമയത്ത് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, ആ വെള്ളത്തിൽ കിടന്ന് വേഗം. അത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി കുക്കർ അടച്ച് ബീഫ് നന്നായിട്ടൊന്ന് വേഗട്ടെ. അടുപ്പ് കത്തിച്ചു. അങ്ങനെ നമ്മളുടെ ബീഫ് വേവിച്ച് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ വെള്ളം, ബാക്കി കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഊറ്റി മാറ്റുക. പക്ഷേ വറ്റിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ സ്വാദ്. ഉള്ള വെള്ളത്തിൽ കിടന്ന് വീണ്ടും പാത്രം തുറന്നു വെച്ച്, കുക്കർ തുറന്നു വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യണം, എന്നാലേ അതിന് സ്വാദ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഇതിന് ഇച്ചിരി കൂടുതലായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് അതിലേക്ക് ഓരോ കാര്യങ്ങളായിട്ടിട്ട് വറുത്ത് നമ്മൾ ആദ്യമേ മാറ്റും. അപ്പോൾ എണ്ണ ഇങ്ങനെ ചൂടായി തുടങ്ങി. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുക്കാം. 4 ടേബിൾ സ്പൂൺ എല്ലാം ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് വറുത്ത് കോരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും, കാര്യം ഘനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചിരിക്കുന്നു. എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ, അത് മൂത്ത് തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ മൂക്കും. ഇപ്പം ഞാൻ തീ അല്പം കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചൂട് ഒന്ന് ക്രമീകരിക്കാനായിട്ട് ആ സമയം കൊണ്ട് നമ്മൾ കോരി മാറ്റും. അപ്പോൾ ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറിക്കഴിയും. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി ഇതേ എണ്ണയിൽ തന്നെ, ഇതങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ല, അതാണ് നമ്മൾ ഈ 1/2 കപ്പ് എണ്ണ എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും കൂടി ചേർത്തിട്ടാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ചെറിയ ഉള്ളി, കൊച്ചുള്ളി തീ വീണ്ടും ഞാൻ കൂട്ടി കൊടുത്തു. 1 കപ്പ് ചെറിയ ഉള്ളി നീളത്തിനരിഞ്ഞതും ഇതുപോലെ വറുത്ത് മാറ്റാം. ഇപ്പം ചെറിയ ഉള്ളിയും പാകത്തിന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുത്തു തുടങ്ങണം. തീ അല്പം കുറയ്ക്കാം, അതും കരിയാൻ പാടില്ല. കറക്റ്റ് ഗോൾഡൻ കളറിൽ തന്നെ എടുക്കണം. ഇതിന്നൊരു മൂക്കലുണ്ട് ഉള്ളിക്ക്, അത് നമ്മൾ മനസ്സിൽ കാണണം. കുറച്ച് ഇതിന്നൊരു മൂക്കലുണ്ട്. ഓക്കെ, അപ്പോൾ ഉള്ളിയും നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി എന്താണ്? ഇഞ്ചി, നീളത്തിനരിഞ്ഞ ഇഞ്ചി 4 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം, 4 പച്ചമുളക്. ഇതൊരുപാട് ബ്രൗണൊന്നും ആകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ഈ എണ്ണയുടെ സ്വാദൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ കാര്യങ്ങളും ഇതിലാണ് നമ്മൾ വറുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയുടെ സ്വാദ് ഇറങ്ങിയിട്ടുണ്ട്, ഇഞ്ചിയുടെ ഉണ്ട്, പച്ചമുളകിൻ്റെ ഉണ്ട്, ചെറിയ ഉള്ളിയുടെ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും സ്വാദുള്ള എണ്ണയാണ്. അപ്പോൾ തീ ഞാൻ വീണ്ടും കൂട്ടി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്നാകും. ഇതിപ്പോൾ ഏതാണ്ട് മൂത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇഞ്ചിയും പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് വയ്ക്കാം. ഇഞ്ചി, പച്ചമുളക്. അപ്പം നമുക്ക് ആവശ്യമുള്ള പ്രധാന കാര്യങ്ങളെല്ലാം 1 by 1 ഞാനിങ്ങനെ വറുത്ത് മാറ്റുകയാണ്. ഇനിയൊരു കാര്യം, തേങ്ങ ചിരകിയത് 1 കപ്പ്, അതും കൂടി വറുത്തെടുക്കുക. ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മാറ്റാം. ഇപ്പം തന്നെ നമ്മളുടെ 3 കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു കറക്റ്റ് പാകമായിരിക്കണം. അത് ഇതാണ് അതിൻ്റെ പാകം. എല്ലാം ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്ന പാകം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗണായി ഭയങ്കര ക്രിസ്പിയായി മാറേണ്ട ആവശ്യമില്ല, എന്നാൽ ക്രിസ്പിനെസ് ചെറിയ കരിപ്പാകാൻ തുടങ്ങുന്നൊരു സ്റ്റേജ്. ഇനി ഇച്ചിരി സ്ഥലം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് തേങ്ങ വറുത്തതും കൂടി വയ്ക്കാനാണ്. തേങ്ങയും പാകത്തിന് മൂത്ത് തുടങ്ങി. തീ നന്നായിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളത് എണ്ണയിൽ നിന്നും ഊറ്റി മാറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, ഇനി ആ ബീഫും കൂടി അല്പനേരം ഒന്ന് മൂപ്പിക്കുക. കുറച്ചൊരു എന്താ പറയുക, ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്ന സ്റ്റേജ്. അങ്ങനെ ബ്രൗൺ ആകണം എന്നില്ല, എന്നാലും ഒന്ന് മൂക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടി കഴിഞ്ഞാൽ, ഇത് ബീഫ് റോസ്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പലതരം റോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടിപ്പിക്കൽ തനി നാടൻ സ്റ്റൈലിൽ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. അപ്പോൾ നമ്മുടെ ബീഫും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റും. കുറച്ച് കൊഴുപ്പുണ്ടായിരുന്നു നമ്മളുടെ ബീഫിന്, അതെല്ലാം ഇതിനകത്ത് എണ്ണയായി മാറിയിട്ടുണ്ട്. ഒരുപാട് ഹാർഡായിട്ട്, അതായത് ഒരുപാട് എന്താ പറയുക, അതിൻ്റെ മാർദ്ദവം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മൂപ്പിക്കലാകരുത്, എന്നാൽ കുറച്ചൊരു മൂക്കൽ ആവശ്യമാണ്. അങ്ങനെ ബീഫിൻ്റെ പീസസും നമ്മൾ വറുത്ത് മാറ്റി കഴിഞ്ഞു. ഇത് വേവിച്ച ബീഫാണ്, മറക്കരുത്, വേവിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത്ര എണ്ണ ബാക്കിയുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനിയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. റോസ്റ്റിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ 4 സവാള, ഈ 4 സവാള എന്ന് പറയുമ്പോൾ ഞാനിത് ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഓരോ സവാളയും 2ആയിട്ട് മുറിച്ചിട്ട് നെടുകെ മുറിച്ച് പിന്നെ സ്ലൈസ് ചെയ്യും. ഇതിന് ഭയങ്കര ബ്രൗൺ ഒന്നും ആകണ്ട, ഇതൊന്ന് വഴറ്റിയാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം, അത്രേ ഉള്ളൂ. വീഴ്ത്തി കൂട്ടി കൊടുക്കാം. അപ്പോൾ വറുക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാള 4 എണ്ണവും വാടി കളറെല്ലാം മാറാൻ തുടങ്ങുന്നു. ചുരുങ്ങി കഴിഞ്ഞു, അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചായി കഴിഞ്ഞു. ഇനി 2-3 കാര്യങ്ങൾ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫുണ്ട്, പിന്നെ കറിവേപ്പില ചേർത്തിട്ടില്ല, കുറച്ച് കറിവേപ്പില ചേർക്കാം.
കറിവേപ്പിലെല്ലാം ചേർത്ത് കഴിയുമ്പോഴാണ് ആ ഒരു മണം കൂടാൻ പോകുന്നത്, ഒരു നാടൻ രുചിയുടെ മണം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇതെല്ലാം നല്ല കോമ്പിനേഷൻസാണ്. ധാരാളം കറിവേപ്പില ചേർക്കാം. ബീഫ് റോസ്റ്റിലൊക്കെ ഇതൊക്കെ കറക്റ്റ് അനുപാതത്തിൽ തന്നെ വേണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാൻ പോവാണ്. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജ്, ഒരുപാട് ബ്രൗൺ ആകണ്ട, കളർ മാറി തുടങ്ങി ഒന്ന് കുഴഞ്ഞ് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരുന്ന സമയം കാണുന്നുണ്ടല്ലോ, ഇതാണ് വേണ്ടത്. ഇനി നമ്മൾ പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ പോവുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെന്താ ഗരം മസാല പൗഡർ. അപ്പോൾ ആദ്യം മുളക് പൊടി ആയിക്കോട്ടെ. നമ്മൾ ഏതാണ്ടൊരു പിരിയൻ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. 1 കിലോ ബീഫല്ലേ, പിരിയൻ മുളക് പൊടിയാണെങ്കിൽ. അല്ലാത്ത മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ആയാലും മതിയാണ്, നോക്കിയിട്ട് ചെയ്യാം. ഇനി മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, തരിതരിപ്പായി നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി. ഇപ്പോൾ കുരുമുളക് പൊടിയുടെ ഒരു മണം. ഇനി ഗരം മസാലപ്പൊടി, അതും ഏതാണ്ട് 1/2 മുതൽ 1 ടീസ്പൂണിനകത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. എത്ര മസാല മണം വേണം അതനുസരിച്ച്. എല്ലാ കാര്യങ്ങളുമായി നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് ഈ മസാല പൊടികളും മല്ലിപ്പൊടി, മുളക് പൊടി, ഇതിൻ്റെ എല്ലാം പച്ചച്ചുവയൊക്കെ മാറണ്ടേ. അപ്പോൾ ഈ സവാള ഒരുപാട് ബ്രൗൺ ആയി ക്രിസ്പി ആകരുത്, പ്രത്യേകം ശ്രദ്ധിക്കാൻ. സോഫ്റ്റ്നെസ് ഉണ്ടാകണം, ആ ഒരു നന്നായിരിക്കണം. അതിങ്ങനെ മൂത്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് വേണ്ടത്. കാര്യം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല വറുത്ത് കോരിയ കാര്യങ്ങളാണ്. ഇതിന് ചെറുതായിട്ടൊരു കുഴഞ്ഞ് കിട്ടുന്ന ഒരു രീതിയാണ് വേണ്ടത്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഈ സ്റ്റേജിലും ചേർത്ത് കൊടുക്കാം. ഇനി അവസാനത്തെ സ്റ്റേജിലും വേണമെങ്കിൽ ചേർക്കാം. എരിവ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതെല്ലാം ഈ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊടികളെല്ലാം പാകത്തിന് മൂത്തു. ഇനി നമ്മൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി വറുത്തത്, പച്ചമുളകും ഇഞ്ചിയും വറുത്തത് എല്ലാം ഇങ്ങനെ ചേർക്കാം. അതെല്ലാം ഇതിനോടൊപ്പം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് കിട്ടും. അതാണ് ഇനി വരാൻ പോണ കാര്യം. ഇനി എന്താണ്, ഇനി ലാസ്റ്റ് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചതും കൂടി ചേർക്കാം. ഇനി ഉപ്പെല്ലാം പാകത്തിനുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റേജിലും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് ചേർത്ത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സ്വാദാണെന്ന്. ഇതാണ് നമ്മളുടെ ബീഫ് കോക്കനട്ട് റോസ്റ്റ് എന്ന് തന്നെ പറയാം. കാര്യം തേങ്ങയൊക്കെ ചേർത്തല്ലോ, അപ്പോൾ ഞാൻ പേരൊന്ന് അല്പം മാറ്റി. വെറും ബീഫ് റോസ്റ്റ് അല്ല, ഇത് ബീഫ് കോക്കനട്ട് റോസ്റ്റാക്കി. അപ്പം മാട്ടിറച്ചി തേങ്ങ റോസ്റ്റ് ആണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മണം, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര മണമാണ് ഇവിടെ. നല്ലൊരു മണവും അത് ആ രുചിയെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന ഒരു മണമാണ്. നമ്മൾ ഉപ്പ് ബീഫിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ വേവിക്കുന്ന സമയത്ത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് എന്തായാലും വേണ്ടി വരും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കുക. അപ്പോൾ ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, തീ ഓഫ് ചെയ്യുക, എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ ബീഫ് കോക്കനട്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഒരു അല്പം ക്ഷമ മാത്രം മതി. പല പല സ്റ്റേജസ് ആയിട്ട് വറുക്കുന്നൊരു ജോലി മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണെന്ന് തന്നെ പറയാം. വെജിറ്റേറിയൻ വിഭവമാണ്. ഇതൊരു മധുരക്കറിയാണ്. മധുരക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചോറിൻ്റെ കൂടെ സദ്യയുടെ കൂട്ടത്തിലൊക്കെ നമ്മളിങ്ങനെ ഒരു തൊട്ടുകറിയായിട്ട് കഴിക്കുന്നതാണ്. മധുരക്കറി പലതരമുണ്ട്. ഇത് വ്യത്യസ്തമായ മറ്റൊരു മധുരക്കറി. ഇത് പൈനാപ്പിളും പഴവും കൂടി ചേർന്നിട്ടുള്ളൊരു മധുരക്കറി. അപ്പോൾ പഴം പൈനാപ്പിൾ മധുരക്കറി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പ്.
ഏത്തപ്പഴം നന്നായി പഴുത്തത് ഒരെണ്ണം കഷ്ണങ്ങളായി മുറിച്ചത്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, വെള്ളം 1/2 കപ്പ്, ശർക്കര പൊടിച്ചെടുത്തത് ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ. അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1 കപ്പ്, പച്ചമുളക് ഒരെണ്ണം. ഇനി മറ്റു ചേരുവകൾ: തൈര് 1/2 കപ്പ്, എണ്ണ 1/2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4-5, കറിവേപ്പില 2 തണ്ട്. അപ്പോൾ നമ്മളുടെ മധുരക്കറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ചൂട് പറ്റിയുള്ളൊരു പാത്രം, ഇതിലേക്ക് ഇതെന്ത് മധുരക്കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പൈനാപ്പിൾ പഴം, ഏത്തപ്പഴവും പൈനാപ്പിളും ചേർന്ന്. പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് 1 കപ്പ് എടുക്കാം. അതിനോടൊപ്പം 1 ഏത്തപ്പഴം നന്നായി പഴുത്തത് വട്ടത്തിന് ഇങ്ങനെ അരിയുക, അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയാലും മതി, എങ്ങനെ വേണമെന്നൊന്നുമില്ല, ഏത് ഷേപ്പിലാണെങ്കിലാകാം. ഇനി ഇതിനോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെ വേണ്ടത് ഒരല്പം മുളക് പൊടി, 1 ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഒരല്പം ശർക്കര, ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുതൽ ചീക എടുക്കുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഇനി കുറച്ച് വെള്ളം, ഇത് വേകാൻ ആവശ്യമായ വെള്ളം, ഒരു 1-1.5 കപ്പ് വെള്ളമാകാം. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ആകാമല്ലോ അല്ലേ, കുറച്ച് ഉപ്പ്. ഓക്കെ, എല്ലാ കാര്യങ്ങളുമായി ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ, വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളുടെ പഴവും പൈനാപ്പിളും എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ടാവും. കറക്റ്റ് വെന്തോ, അതിൻ്റെ വെള്ളമെല്ലാം വറ്റി, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞു, ഏതാണ്ട് പറ്റി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു മധുരക്കറിയാണ്, ശരിക്കും പറഞ്ഞാൽ നല്ല മധുരമാണ് വേണ്ടത്, എരിവിൻ്റെ അംശം പോലും ആവശ്യമില്ല. പക്ഷേ എനിക്കതൊരു ഇച്ചിരി വ്യത്യാസത്തിൽ ചെയ്യുന്നതാണ് എപ്പോഴും ഇഷ്ടം. കുറച്ച് ഒരു എരിവ് ഇച്ചിരി എവിടെയെങ്കിലും വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. 1/2 ടീസ്പൂൺ ഇട്ടാലും മതി, ഞാൻ 1 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്, പക്ഷേ 1/2 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അരയ്ക്കുന്ന കാര്യത്തിൽ ഇനി തേങ്ങ അരയ്ക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത്, അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് കൂടി ചേർത്തിട്ട് അരയ്ക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 പച്ചമുളക് കൂടി ആകാം. ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണെങ്കിൽ പച്ചമുളക് ആവശ്യമില്ല, ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ തേങ്ങ മാത്രം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ ഇതൊരല്പം തണുത്ത് കഴിഞ്ഞിട്ട് ഈ പഴവും പൈനാപ്പിളും ഈ മിശ്രിതവും മിക്സി ഉപയോഗിച്ചിട്ട് നല്ല പ്യൂറി ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ 2 കാര്യങ്ങളും അരച്ചിട്ട് ഞാൻ തിരിച്ചു വരും, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അരച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ വേവിച്ചെടുത്ത പൈനാപ്പിളും പഴവും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച കൂട്ട് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങ മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്, പച്ചമുളക് ചേർത്തില്ല, അതും പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ അരച്ചിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? ഇനി ഒരു മിക്സിംഗ് ആണ്. പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ബനാന അല്ലെങ്കിൽ പൈനാപ്പിൾ പഴം കൂട്ട് മാറ്റുന്നു. ഇതിപ്പോൾ ഒരു ഓറഞ്ച് കളറായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, അതാണ് ആദ്യം. അതിനോടൊപ്പം തേങ്ങ അരച്ചത് 1 കപ്പ് തേങ്ങ നല്ല മഷി പോലെ വടിയെ അരച്ചതാണ്. രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കും. ഇപ്പോൾ മധുരക്കറിയുടെ നിറം മഞ്ഞയായിക്കൊണ്ടേയിരിക്കുന്നു, യെല്ലോ കളറായി മാറും. ഇനി ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലും ചേർക്കാം. നമ്മളൊരല്പം ശർക്കരയും കൂടി ചേർത്തിട്ടാണ് പഴവും പൈനാപ്പിളും വേവിച്ചത്. മധുരം നോക്കുക, പിന്നെ പൈനാപ്പിളിൻ്റെയും പഴത്തിൻ്റെയും മധുരമൊക്കെ ഉണ്ടല്ലോ, പോരാൻ തോന്നുകയാണെങ്കിൽ അവസാനം ഇച്ചിരി പഞ്ചസാരയും കൂടി വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ശർക്കര അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. ഇനി എന്താണ്? ഇനി ഇതിലേക്ക് നല്ല കട്ടി തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് അധികം പുളിയില്ലാത്ത കട്ടി തൈര് 1/2 കപ്പ് വരെ ചേർക്കാം. ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ തൈര് ചേർക്കാതെയും ചെയ്യാം, പ്യുവർ മധുരക്കറി മാത്രം മതി എന്നുണ്ടെങ്കിൽ തൈര് ചേർക്കണം എന്നില്ല. ഇതുപോലെ ആക്കിയിട്ട് താളിച്ചാൽ മാത്രം മതി, തൈരിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി തൈരും കൂടി ചേർക്കുന്നതാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ട് അല്പം തൈര്. അപ്പം നമ്മളുടെ ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് ഇനി ഒന്ന് താളിച്ച് ചേർക്കാം. അപ്പം നമ്മളുടെ മധുരക്കറി ഇപ്പോൾ ഏകദേശം റെഡിയായി നിൽക്കുവാണ്. ഇനി ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ, താളിച്ചൊഴിക്കുക. അടുപ്പ് കത്തിക്കാം.
വളരെ കുറച്ച് എണ്ണ മതി, 1-1.5 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ മുതൽ എത്ര വേണമെങ്കിലും ആകാം, 1.5 2 നമുക്കൊരു ടേബിൾ സ്പൂൺ മതി. നല്ല വെളിച്ചെണ്ണ, അതാണ് അതിൻ്റെ രുചി. കാര്യം ഇനിയിപ്പോൾ ഇതിൽ കുക്കിംഗ് പാർട്ടില്ലല്ലോ, നമ്മൾ ആദ്യം വേവിച്ച സമയം മാത്രമല്ലേ അടുപ്പ് ഉപയോഗിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് അരച്ചെടുത്തു, തേങ്ങ അരച്ചെടുത്തു, രണ്ടും കൂടെ യോജിപ്പിച്ചു, ഒരല്പം തൈരും ചേർത്തിട്ടുണ്ട്, ഉപ്പൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി. ഇനി നമ്മൾ 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് വറ്റൽ മുളക് 3-4 കടുക് ഇങ്ങനെ 4 വഴിക്കും തെറിക്കുന്നുണ്ട്. നമ്മൾ വറ്റൽ മുളക് ഇട്ടു, തീ ഒരൽപ്പം കുറച്ചു. ഇനി കറിവേപ്പില ആവശ്യമാണ്, മാറി നിൽക്കാം. അപ്പോൾ ഇതായി കഴിഞ്ഞു, തീ ഓഫ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നേരെ നമ്മളുടെ മധുരക്കറിയുടെ മുകളിലായിട്ട്. അങ്ങനെ നമ്മളുടെ പൈനാപ്പിൾ പഴം മധുരക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ താളിച്ചൊഴിച്ച് ആ ചൂടോടുകൂടി തന്നെ ആ താളിച്ച കാര്യങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല ഒരു രുചിയായിരിക്കും. അതിനകത്തേക്ക് കടുക് താളിച്ചതും കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്തായാലും ഇത് നമ്മളുടെ ചോറിൻ്റെ കൂടെ പറ്റിയൊരു തുട്ടുകറിയാണ്. ഇപ്പോൾ സദ്യവട്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു മധുരക്കറി നിർബന്ധമാണ്, അതിന് ഏറ്റവും പറ്റിയൊരു കറിയായിരിക്കും. ഇപ്പോൾ സദ്യ തന്നെ വേണമെന്നില്ല, വീട്ടിലൊരു 2-3 കറി വെക്കുന്ന കൂട്ടത്തിൽ ഒരു കറിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കാനും പറ്റും. ഒരു എരിവുള്ള കറിയും ഒരു തോരനും ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരല്പം മധുരക്കറിയും കൂടി. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടൻ രീതിയിലുള്ള ഒരു ബീഫ് റോസ്റ്റ് ആയിരുന്നു, ബീഫ് തേങ്ങ റോസ്റ്റ് ആയിരുന്നു, കോക്കനട്ട് റോസ്റ്റ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വിഭവമായിരിക്കും, തീർച്ചയായിട്ടും പരീക്ഷിക്കണം. ഇനി ബീഫ് ഇഷ്ടമല്ലെങ്കിൽ മട്ടണിൽ ചെയ്ത് നോക്കൂ, ആട്ടിറച്ചിയിലും ഇത് വളരെ ഗംഭീരമായിരിക്കും. എന്തായാലും രണ്ടാമത് കാണിച്ചതും വളരെ സാധാരണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മധുരക്കറിയാണ്. അത് നമ്മൾ പൈനാപ്പിൾ ബനാന മധുരക്കറി. അപ്പോൾ പൈനാപ്പിൾ പഴം മധുരക്കറി, ഈ വിഭവം പരീക്ഷിക്കുക. അങ്ങനെ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.